Hello friends. നമ്മുടെ ബനിയൻ ട്രീ ആൻഡ് ദ ബോയ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഞാൻ പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട്. നമ്മൾ കുറേ വാക്കുകൾ നമുക്ക് സ്വന്തമാക്കണം. ഉദാഹരണത്തിന് ഡൊമൈൻ അല്ലേ, നല്ലൊരു വാക്കല്ലേ ഡൊമൈൻ. മൈ ക്ലാസ് റൂം ഈസ് മൈ ഡൊമൈൻ എന്ന് പറയാം അല്ലേ. രണ്ടാമത്തെ എന്നാ ഞാൻ പറയുന്നത് മാഗ്നിഫിസൻസ്. ദ താജ്മഹൽ ഈസ് എ മാഗ്നിഫിസൻറ്റ് ബിൽഡിംഗ്. ദെൻ മെയ്സ്, M-A-Z-E, maze. Maze means confused road and corridor and so on. So we say വളഞ്ഞു തിരിഞ്ഞാന്നൊക്കെയാണ്. A maze of corridors. In my school, I find a maze of corridors. You can say maze of corridors. Tease, tease. Don't tease me. I don't like teasing. അങ്ങനെ പറയത്തില്ല, കളിയാക്കുന്നു. Friend and familiar. See, he's my friend and he is familiar to me. അങ്ങനെ പറയത്തില്ലേ. അതുപോലെ തന്നെ റിസെൻറ്റ്, RESENT, ഡിസ്ലൈക്ക്. ഐ റിസെൻറ്റ് ടീസിങ് മീ. രണ്ടും കൂടെ ചേർത്ത് പറയാം. ഐ റിസെൻറ്റ് ടീസിങ് മീ അല്ലേ. ഇൻവേഷൻ ഓഫ് പ്രൈവസി. ഇൻവേഷൻ എന്ന് ഞാൻ പറയുന്നത് ഒരു വലിയ വാക്കാണ്. ഇൻവേഷൻ എന്ന് വെച്ചാൽ ആക്രമണം എന്നാണ് പറയുന്നത്. ഇപ്പം അതല്ല, നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റം എന്നുള്ളതാണ്. ഐ ഡോണ്ട് ലൈക്ക് ഇൻവേഷൻ ഓഫ് മൈ പ്രൈവസി അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ഗുഡ് മാനേഴ്സ്. ഇൻവേഷൻ ഓഫ് സംബഡീസ് പ്രൈവസി ഈസ് നോട്ട് ഗുഡ് മാനേഴ്സ്. ഗുഡ് മാനേഴ്സ് അത് നല്ല കാര്യമല്ല, മറ്റുള്ളവരുടെ പ്രൈവസി. അതായത് നമ്മളിങ്ങനെ അന്വേഷിക്കുന്നതൊക്കെ ശരിയല്ല. ഡെൽവിങ് ഇൻ ടു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സെർച്ചിങ്. ഗെറ്റ് ഇൻ ടു ആൻഡ് സെർച്ചിങ്. വി ഡെൽവ്ഡ് ഇൻ ടു ദി കേവ് എന്ന് പറയാം. ഇൻ സെർച്ച് ഓഫ് പ്രഷ്യസ് സ്റ്റോൺസ്. ഡെൽവ് ഇൻ ടു കേവ്. ഒരു ഗുഹയിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നു. ഗുഹ ഇറങ്ങിച്ചെല്ലുക എന്നാണ്. ഡെൽവിൻ ടു തപ്പി, ഇറങ്ങിച്ചെന്ന് തപ്പിയെടുക്കുന്നതിനാണ് ഡെൽവിൻ ടു എന്ന് പറയുന്നത്. പിന്നെ ഹെൽപ്പ് വൺ സെൽഫ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഹെൽപ്പ് വൺ സെൽഫ് മീൻസ് ടു ഈറ്റ്. ടു ഹെൽപ്പ് യുവർ സെൽഫ് മീൻസ് യു ഈറ്റ്. ഹെഡ് സ്ട്രോങ് നല്ലൊരു വാക്കാണ്. ഹെഡ് സ്ട്രോങ് എന്ന് പറയുന്നത് എന്താണ്? ബോൾഡ്, വെരി ബോൾഡ്. എന്താ പറയുക, താന്തോന്നിത്തരം ചെയ്യുക എന്നുള്ളതാണ്. നോട്ട് ഓൺലി ബോൾഡ്, പക്ഷെ മോശമായ രീതിയിലുള്ള ബോൾഡാണ്. ഇപ്പം ഒരു ക്ലാസ്സിൽ ബോർഡിൽ എഴുതുക, അതൊരു ഹെഡ് സ്ട്രോങ് സ്റ്റുഡൻറ്റിനെ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് എ ഹെഡ് സ്ട്രോങ് ആക്ട്. ശരിയായ ഒരു സംഗതിയല്ല, മനസ്സിലായില്ല. ബോൾഡ് ആൻഡ് തോന്നിവാസം ചെയ്യുക, താന്നോത്തരം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതാണ് ഹെഡ് സ്ട്രോങ്. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കണം. എന്നെങ്കിൽ അതുമല്ല, ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോഴും നിങ്ങളിത് ഉപയോഗിക്കണം. എന്നെങ്കിൽ നിങ്ങളുടെ ആൻസറിനൊരു ബലം ഉണ്ടാവുള്ളൂ, ഒരു നല്ല ക്വാളിറ്റി ആൻസർ ആവുള്ളൂ. അറിയോ? അതാണ്. ഇനി ഇന്നത്തെ നമുക്ക് പറയാനുള്ള കാര്യം, ഞാൻ സിമ്പിൾ ഇംഗ്ലീഷിൽ ആദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിക്കാം. അതിനുശേഷം നമ്മൾ വാക്കുകൾ പഠിക്കും. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് വായിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ്. ഇൻ ദ സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ ഫലങ്ങളുണ്ടാകുന്ന അല്ലെങ്കിൽ പുഷ്പങ്ങളുണ്ടാകുന്ന സീസൺ എന്നാണ് ഇംഗ്ലണ്ടിലൊക്കെ സ്പ്രിംഗ് സീസൺ. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞൊരു സീസൺ പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല. അതുകൊണ്ട് എല്ലാം ഒരുപോലെ ഇരിക്കില്ലേ നമ്മളെ സംബന്ധിച്ച്. ഇൻ ദ സ്പ്രിംഗ് സീസൺ ദ ബനിയൻ ട്രീ വുഡ് ബി ഫുൾ ഓഫ് റെഡ് ഫിഗ്സ്. Then all kinds of birds would flock into its branches to make it the noisiest place on the road. എന്തിനാ all kinds of birds come there to eat the red figs? അപ്പം ഭയങ്കര ബഹളമായിരിക്കും. പലതരം കാക്ക വരും, പിന്നെ തത്ത വരും, ബുൾബുൾ വരും, പാസ്റ്റർ വരും. നമ്മളതൊക്കെ കണ്ടതാണ്. ഇതെല്ലാം വന്ന് ഭയങ്കര ബഹളമാണ്. സ്ക്വാബ്ലിങ് ആൻഡ് ഗോസിപ്പിങ്. പക്ഷികൾ ഗോസിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ ചിലക്കുക. സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ വഴക്കുണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നമ്മൾ ക്ലാസ്സിൽ നിന്ന് പറയുക, ഈ കുട്ടി എൻ്റെ റബ്ബർ എടുത്തുകൊണ്ട് പോയി, ആ കുട്ടി എൻ്റെ പെൻസിൽ എടുത്തുകൊണ്ട് പോയി. ദാറ്റ് ഈസ് സ്ക്വാബ്ലിംഗ്. ആൻഡ് ദെൻ ദ ബോയ് ഹാഡ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. He used to spend his afternoons there reading and watching nature. Nothing special happened. Sitting there, he would look down to see his grandmother hanging up or taking down the washing. തുണി വാഷ് ചെയ്ത് കഴിഞ്ഞിടുക, അതല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോവുക. ഇതൊക്കെയാണ് കാണുന്നത്. ദ കുക്ക് ക്വാർലിംഗ് വിത്ത് ദ ഫുഡ് വെൻഡർ. വെൻഡർ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നവൻ. ഇപ്പം പഴങ്ങൾ വിൽക്കുന്ന ആളവിടെ വരുമ്പോൾ അത് വാങ്ങിക്കുമ്പം ഇത് വില കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. കുക്ക് വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ കോക്കി നമ്മൾ മലയാളത്തിൽ പറയുന്നത് അത് വെൻഡർ. ആൻഡ് ദെൻ
grandfather complaining about the bold marigold. Marigold ബന്ദി പോലത്തെ ബന്ദിപ്പൂ കണ്ടിട്ടില്ല, അതുപോലത്തെ പൂവോട് കൂടിയുള്ള ചെടിയാണ്. അതൊരു കള പോലെയാണ്. അതൊരു ഗാർഡനിൽ വന്നാൽ അതൊരിക്കലും പോകത്തില്ല. അതുകൊണ്ട് ബോൾഡ് എന്ന് പറയുന്നത് ധൈര്യമായിട്ട് അവിടെ തന്നെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ബോൾഡ് marigold spreading all over his garden. But one afternoon he was very much excited to see a fierce fight between a smart mongoose and a terrible cobra. സാധാരണ ഇതിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് നോക്കിയപ്പം താഴേക്ക് നോക്കിയപ്പം ഒരു മൂർഖനും ഒരു കീരിയും തമ്മിൽ ഭയങ്കരമായ യുദ്ധം, ഭയാനകമായ യുദ്ധം നടക്കുന്നതാണ്. അത് ആ സമ്മർ സീസൺ മുഴുവൻ അവനൊരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ആവേശം പകർന്നു കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇനി വാക്കുകൾ നോക്കുമ്പോൾ ഫ്ലോക്ക് ഇൻ ടു മീൻസ് കൂട്ടം കൂടി വരിക എന്നുള്ളതാണ്. ബേർഡ്സ് ഫ്ലോക്ക് ഇൻ ടു എ ട്രീ if there are fruits. ധാരാളം ഫ്രൂട്ട്സ് ഉള്ളൊരു മരത്തിൽ ബേർഡ്സ് ഫ്ലോക്ക് ഇൻ ടു കൂട്ടം കൂടിയായിട്ട് വരും. ചിയർഫുൾ ആൻഡ് ഗ്രീഡി. ചിയർഫുൾ മീൻസ് ഹാപ്പി, ഗ്രീഡി അത്യാഗ്രഹി. ഇപ്പം പക്ഷികളെല്ലാം അങ്ങനെയാണല്ലോ, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷി ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? പക്ഷിക്ക് ചിരിക്കാനറിയതും കരയുന്ന പക്ഷി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പം ചിരിക്കുന്ന പക്ഷികൾ ഗ്രീഡിയാണ്. ഗ്രീഡി എന്ന് പറഞ്ഞാൽ അവർ വിശപ്പടകാൻ വേണ്ടിയിട്ട് അവർ അത് ഇതെല്ലാം കൊത്തി തിന്നുന്നു. അതാണ് ഗോസിപ്പിംഗ് എന്ന് പറയാൻ ചിലക്കുക ഇവിടെ. അപ്പം സാധാരണഗതി പറഞ്ഞാൽ ചിലയല്ലേ, ചുമ്മാ ഗോസിപ്പിക്കുക, വാചകം അടിക്കുക എന്ന് പറയും. സോ പക്ഷി ഇങ്ങനെ വാചകം അടിക്കുന്നത് ചിലച്ചോണ്ടേ ചിക്ക് 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 ഇങ്ങനെ അല്ലേ, അതാണ് ഗോസിപ്പിംഗ്. സ്ക്വാബ്ലിങ്, ചെറിയ വഴക്ക് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സ്ക്വാബ്ലിങ്. പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ്, സപ്പോർട്ടിങ് മൈസെൽഫ് അപ്പ്. പ്രോപ്പപ്പ് നല്ലൊരു വാക്കാണ്. പ്രോപ്പപ്പ് സംഭവം എന്ന് പറഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നിരാശയായിരിക്കുന്ന നമ്മളൊരു കൂട്ടുകാരനൊക്കെ ചെന്നാൽ ആ ഫോട്ടോ സാരമില്ല, ഇതൊക്കെ സാധാരണ ഉള്ളതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു സപ്പോർട്ടാണ്. മനസ്സിലായില്ലേ? അതേസമയം നമ്മൾ പറയാം നീ നശിച്ചു എന്ന് പറയുകയാണെങ്കിലോ അത് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് അതിനുണ്ടാകും. അപ്പം സപ്പോർട്ടിന് അങ്ങനെ അർത്ഥമുണ്ട്. ഇവിടെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മരത്തിലോട്ട് ഇങ്ങനെ മരത്തിൻ്റെ തായ്തടിയിലോട്ട് ചാരി കിടന്നുകൊണ്ടാണ് നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ബോയ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതാണ് പ്രോപ്പിംഗ്. ബോലെ ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞാൽ ബോലെ എന്ന് വെച്ചാൽ ട്രങ്ക് എന്ന് പറഞ്ഞാൽ തായ്തടിയിൽ ഇങ്ങനെ ചാരി കിടന്നു. ഫ്രൂട്ട് വെണ്ടർ, പഴങ്ങൾ വിൽക്കുന്ന ആള്. ഗ്രംബ്ലിംഗ് മീൻസ് കംപ്ലൈനിങ്. അപ്പം ഗ്രാൻഡ് ഫാദർ നോക്കിയപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗാർഡൻ നിറച്ച് മാരിഗോൾഡ് നീക്കുക. അപ്പം ഇതൊക്കെ ആരെങ്കിലും പറിച്ചു കളയാനൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറയുക. പ്രത്യേകിച്ച് പ്രായമൊക്കെ ആകുമ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെ ഗ്രംബിൾ ചെയ്തുകൊണ്ട് പ്രായമുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രംബ്ലിംഗ്. നല്ല വാക്കാണ് ഗ്രംബ്ലിംഗ്. സംഭവം നല്ലതല്ല, പക്ഷെ വാക്ക് നല്ലതാണ് ഗ്രംബ്ലിംഗ്. പിന്നെ ഹാർഡി, ഇന്ത്യൻ മാരിഗോൾഡ്. ഹാർഡി എന്ന് പറഞ്ഞാൽ ടഫ്, ഇതിനെ പറിച്ചു കളയാൻ പോകത്തില്ല, അതുകൊണ്ടാണ് ഹാർഡി എന്ന് പറയുന്നത്. ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ്. ഇൻസിസ്റ്റഡ് മീൻസ് നിർബന്ധിക്കുക എന്നുള്ളത്. ഇൻസിസ്റ്റ് ഓൺ. ടീച്ചർ ഇൻസിസ്റ്റ് ദാറ്റ് യു ഷുഡ് ഇൻസിസ്റ്റ് ഓൺ യു ദാറ്റ് യു ഷുഡ് ബ്രിങ് ദ ടെക്സ്റ്റ് ബുക്ക് എവറി ഡേ. ടീച്ചർ എന്ന് നിർബന്ധിക്കും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരണം. പകുതി പേര് കൊണ്ടുവരും. നല്ലത് ഇപ്പോഴത്തെ അങ്ങനെയല്ല കേട്ടോ. എല്ലാവരും നല്ല പിള്ളേരാണ്, അതുകൊണ്ട് എല്ലാവരും പുസ്തകം കൊണ്ടുവരും. ഇൻസിസ്റ്റ്. ഒരു ചെടി ഇൻസിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താ, പോകാതെ അവിടെ കിടക്കും, അത് അവിടെ തന്നെ നിൽക്കും. നമ്മൾ കമ്മ്യൂണിസ്റ്റ് വെച്ചേക്കില്ലേ, അതിങ്ങനെ പറിച്ച് എത്ര കളഞ്ഞാലും കുറേ അവിടെ നിൽക്കും. നമ്മൾ ഈ വർഷം മൊത്തം കമ്മ്യൂണിസ്റ്റ് വെച്ച് പറിച്ച് എത്തിയിട്ടാലും അടുത്ത വർഷം വേണ്ട അത്രയും തന്നെ കമ്മ്യൂണിസ്റ്റ് വെച്ച് അവിടെ കാണും. അപ്പം അതിന് നമുക്ക് പറയാം കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ അത് നമുക്ക് അതിനെ പറയാം ദാറ്റ് പ്ലാന്റ് ഈസ് ഇൻസിസ്റ്റിംഗ് ഓൺ സ്റ്റേയിങ് ദർ. അതായത് പ്ലാന്റ് ഈസ് ഇൻസിസ്റ്റിംഗ് ഓൺ സ്റ്റേയിങ് ദർ എന്ന് പറഞ്ഞാൽ അല്ലെ ഗ്രോയിങ് ദർ എന്ന് പറഞ്ഞാൽ ആ ഇൻസിസ്റ്റിംഗ് ആണ്. ചെടി അവിടെ നിന്ന് പറിച്ചാൽ പോയി എന്നുള്ളത്. ദെൻ വെരി എക്സൈറ്റിംഗ്, ആവേശം പകരുന്നു. ഇനഫ് എക്സൈറ്റ്മെൻറ്റ്, ആവേശം. എക്സൈറ്റ്മെൻറ്റ് നൗണാണ് ആവേശം. ഇത്രയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പം മൊത്തത്തിലുള്ള ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്പ്രിംഗ് സീസണാണ്. ബനിയൻ ട്രീ മുഴുവൻ നിറച്ച് പഴങ്ങളാണ്. പക്ഷികളെല്ലാം വരുന്നു, അവരിങ്ങനെ ചിലയ്ക്കുന്നു, ഓടി നടക്കുന്നു, ചാടി നടക്കുന്നു. ഇവൻ നമ്മുടെ ബോയ് കഥാനായകൻ ആ മരത്തിൻ്റെ മധ്യഭാഗത്തൊരു ഏറുമാടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കയറി ഇരുന്ന് ഇതൊക്കെ കാണുകയാണ്, രസിച്ച് കാണുകയാണ്. സാധാരണയായിട്ട് അവിടെ ഒന്നും പ്രത്യേകം സംഭവിക്കുന്നില്ല. താഴോട്ട് നോക്കുമ്പോൾ വല്യമ്മ ഇങ്ങനെ തുണി വാഷ് ചെയ്തിട്ട് കുറേ എല്ലാം കൊണ്ട് ഇടുന്നു, കുറേ എല്ലാം ഉണങ്ങിയതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. താഴെ ഒരു കുക്കും പഴം കൊണ്ടിരുന്ന ആളുമായിട്ട് വഴക്കുണ്ടാക്കുന്നതായിട്ട് കാണുന്നു. ചെറിയൊരു വഴക്ക്, വലിയ വഴക്കൊന്നുമല്ല, അടിയിടിയൊന്നുമില്ല. പിന്നെ ഗ്രാൻഡ് ഫാദർ അതിലെല്ലാം നടന്ന് നോക്കുമ്പോഴത്തേക്കും കളകൾ കണ്ടു ഗാർഡനിൽ, അതിനെപ്പറ്റിയൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സാധാരണ രീതിയിൽ അങ്ങ് പോകുമായിരുന്നു.
അത് കഴിഞ്ഞ് ഒരു ദിവസം നോക്കിയപ്പം താഴേക്ക് നോക്കിയപ്പം തൊട്ട് താഴെയെന്ന് പറഞ്ഞത് ഇവൻ മുകളിൽ ഇങ്ങനെ തൊട്ട് താഴെ ഒരു ഭയങ്കര 8 അടി വീരൻ അവനിങ്ങനെ പത്തിക്ക് കൊടുത്തി അവന് അവിടെ ഭയങ്കരമായിട്ട് ഫൈറ്റാണ്. അല്ലാതെ നിസ്സാര സംഭവമൊന്നുമല്ല. ഫൈറ്റ് ബിറ്റ്വീൻ ഒരു കീരിയും ഒരു പാമ്പും തമ്മിലുള്ള ഫൈറ്റ്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ടെക്സ്റ്റ് വായിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നടത്തിയിട്ട് നമുക്ക് ഈ പ്രൊസീഡ്. ഇൻ ദ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് സീസൺ. സ്പ്രിങ്ങിന് വേറെ ഒരു അർത്ഥമുണ്ടല്ലേ, സ്പ്രിങ് വായിച്ചിൻ്റെ സ്പ്രിങ് എന്നൊക്കെ പറയാം. അതല്ല ഇത് കേട്ടോ. ഇൻ ദ സ്പ്രിങ് when the banyan tree was full of small red figs, ചെറിയ ചുമന്ന പഴങ്ങൾ, birds of all kinds would flock into its branches. The red-bottomed bulbul, അതിൻ്റെ അടിവശം ചുമന്നിരിക്കുന്ന ആ പക്ഷിയുടെ അടിവശം ചുമന്നിരിക്കുന്നു. നമ്മുടെ റെഡ് ബോട്ടം അടിവശം. ചിയർഫുൾ ആൻഡ് ഗ്രീഡി, അത് വളരെ ഹാപ്പിയാണ്, പക്ഷെ അത്യാഗ്രഹിയാണ്, ഒത്തിരി പഴം തിന്നണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റർ, ഗോസിപ്പിംഗ് ചിലയ്ക്കുന്ന, എപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കുന്ന റോസി പാസ്റ്റർ. റോസി എന്ന് പറയുന്നത് കാക്കയുടെ മുഴുപ്പുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു വശം ഇങ്ങനെ റോസ് കളറാണ്, തൂവലിന് റോസ് കളർ. അതുകൊണ്ടാണ് റോസി പാസ്റ്ററിനാണ് അതിൻ്റെ പേര്. പാരറ്റ്സ് തത്ത, ക്രോസ് കാക്ക, സ്ക്വാബിളിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. സ്ക്വാബിളിംഗ് എന്ന് കുഞ്ഞു കുഞ്ഞു വഴക്ക്, അതാണ് പിള്ളേരൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം മൊത്തം നോയ്സി ആയിത്തീരും. അതുകൊണ്ട് എന്ത് വേണ്ടി ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. അപ്പോൾ ഇവരുടെ ഈ ചില ഇവരുടെ വഴക്കും എല്ലാം ഭയങ്കര ഒച്ചപ്പാടായിരിക്കും, ബഹളം. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. ഭയങ്കര ചൂടല്ലെങ്കിൽ ഞാൻ എൻ്റെ ആ ഏറുമാടത്തെ പോയിരിക്കും, ചെയ്തുകൊണ്ടിരുന്നത്. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. ഇപ്പം ഞാനവിടെ ഒരു കുഷ്യൻ എടുത്ത്, ഡ്രോയിങ് റൂമിൽ നിന്നൊരു കുഷ്യൻ എടുത്തുകൊണ്ട് അവിടെ വെച്ചിട്ട് അതേ ചാരി, ആ മരത്തിൻ്റെ തടിയെ ചാരി അവിടെ കിടന്നുകൊണ്ട് വായിക്കും. വായന എന്നുള്ളതിൻ്റെ ഒരു ഹോബിയായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ വായിക്കുന്ന? ട്രഷർ ഐലൻഡ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, സ്റ്റീവൻസന്റെ ട്രഷർ ഐലൻഡ്, കടൽ കള്ളന്മാരുടെ ഒരു കഥയാണ് ട്രഷർ ഐലൻഡ്. ഹക്കിൾബെറി ഫിൻ, അത് മാർക്ക് ട്വെയിൻ്റെ ഒരു കഥയാണ്. ടോം സോയർ കേട്ടിട്ടില്ലേ? ഇപ്പം ടോം സോയറിൻ്റെ പോലെ തന്നെ മറ്റൊരു കഥയാണ് ഹക്കിൾബെറി ഫിൻ. അത് എഴുതിയത് മാർക്ക് ട്വെയിൻ ആണ്. ദ മൗഗ്ലി സ്റ്റോറീസ്, മൗഗ്ലി എന്ന് പറയുന്ന ഒരു സാങ്കല്പിക കഥാപാത്രം റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെയാണ്. ആ സാങ്കല്പിക കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ, അതാണ് മൗഗ്ലി സ്റ്റോറീസ്. നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ മാൽഗുഡി സ്റ്റോറീസ്, അതറിയാം ആർക്കെ നാരായൺ, അതാണ് മാൽഗുഡി സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഇത് അതല്ല, മാൽഗുഡി എന്ന് പറയുന്ന സ്ഥലമൊന്നുമല്ല, അതൊരു ഫിക്ഷണൽ ടൗൺ ആണ്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായിട്ടുള്ളൊരു സങ്കല്പിച്ച് ഉണ്ടാക്കിയ ഒരെണ്ണമാണ്. അതുപോലെ മൗഗ്ലി അല്ലേ, അതെ, മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോ, വലിയൊരു എഴുത്തുകാരൻ, ആൻഡ് ലൂയിസ മേ ആൽക്കോട്ട്, ഇവരൊക്കെ വലിയ എഴുത്തുകാരാണ്, കഥാകൃത്തുക്കളാണ്, നോവൽ എഴുതുന്നവരാണ്, ഷോർട്ട് സ്റ്റോറി എഴുതുന്നവരാണ്. ഇവരുടെ കഥകളൊക്കെയാണ് ഞാൻ വായിച്ചത്. മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്. മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയിരിക്കുന്ന ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകുമെന്നുള്ള അർത്ഥത്തിലല്ല. എൻ്റെ കയ്യിൽ ഞാൻ സാധാരണ രീതിയിൽ വായിക്കാൻ എടുക്കുന്ന പുസ്തകങ്ങൾ ഇതൊക്കെയാണ്: ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ്, മാൽഗുഡി സ്റ്റോറീസ്. മാൽഗുഡി ഇവിടെ പറയുന്നില്ല, മിക്കവാറും അദ്ദേഹം അതും വായിക്കുന്നുണ്ടായിരിക്കുന്നതിന് നമുക്ക് വിചാരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വലിയ എഡ്ഗർ റൈസ് ബറോയുടെ കഥകൾ, സ്റ്റോറീസ്, നോവലുകൾ, ലൂയിസ മേ ആൽക്കോട്ടിൻ്റെ നോവലുകൾ, ഇതൊക്കെ കുട്ടികളുടെ കഥയും ഒക്കെ ആയിട്ട് കഥകളും ഒക്കെ ഉള്ളതാണ്. അത്ഭുതമുള്ള കഥകൾ, ഇങ്ങനത്തെ കഥകളൊക്കെയാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. മിക്സ്ഡ് റീഡിങ്, സീരിയസ് ആസ് വെൽ ആസ് സിമ്പിൾ. When I did not feel like reading, I could look down through the banyan tree at the world below. വായിക്കാൻ തോന്നി, ചിലപ്പോൾ എപ്പോഴും പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് പോകും, പക്ഷേ എങ്കിലും എപ്പോഴും വായിക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ താഴോട്ട് ഇങ്ങനെ നോക്കും. Then what do I see? A grandmother hanging up and taking down the washing. വലിയമ്മ ഇങ്ങനെ തുണി കുറേയൊക്കെ കൊണ്ട് ഇടുന്നു, കുറേയെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. And the cook quarreling with the fruit vendor. പഴം വിൽക്കുന്ന സ്ഥലം വീട്ടിൽ കൊണ്ടുവരികയല്ല ചില പഴം പച്ചക്കറി എന്നൊക്കെ പറയുന്നത്. അപ്പം അവരുമായിട്ട് വഴക്കുണ്ടാക്കും. വഴക്കല്ല, പേശുക, അതാണ് പേശി. അത്
വെച്ചാൽ ഒരു ഇതിനെന്നാ വില, അത്രയും വിലയൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ അതിനാണ് അല്ലാതെ വഴക്കല്ലത്. And then at the grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. അദ്ദേഹത്തിൻ്റെ ഗാർഡൻ ഇംഗ്ലീഷ് ഗാർഡനാണ്, പക്ഷേ ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് പറയാൻ വളരെ നീറ്റായിട്ടൊക്കെ കീപ്പ് ചെയ്യുന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നിറച്ചിങ്ങനെ മാരിഗോൾഡ് ഉണ്ടാവുക, അത് നട്ടതല്ല, പക്ഷെ അതിങ്ങനെ വളർന്നു വരും. നമ്മൾ കമ്മ്യൂണിസ്റ്റ് വെച്ച് ആരെങ്കിലും നടും അല്ലെങ്കിൽ കൊണ്ട് വളയിടുമോ? ഇല്ല എന്ന് പറയുന്നത് വിചാരിച്ചാൽ മതി. നിറച്ചിങ്ങനെ നിൽക്കുക, എത്ര പറിച്ചാലും അത് പോകത്തില്ല. വേറെ സാധനമുണ്ട് നമ്മുടെ മുട്ടച്ചീരയെന്ന് പറയും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എന്തോരം പറിച്ച് കളിക്കാൻ അത് അവിടെ സ്ഥിരം നിൽക്കും. അപ്പം ദേ ഇൻസിസ്റ്റ് ഓൺ ഗ്രോയിങ് ദർ എന്നുള്ളതാണ്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ വൈൽ ഐ വാസ് ഇൻ ദി ബനിയൻ ട്രീ, ബട്ട് ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, ഒരു പ്രത്യേക ആഫ്റ്റർനൂണിൽ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. സാധാരണ ഇതിനങ്ങനെയൊന്നും ഇല്ല, ഇങ്ങനെ വായനയൊക്കെ ഉള്ളൂ, അതൊക്കെയാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ വലിയ സംഭവം ഉണ്ടായി. That was the time I saw a mongoose and a cobra fight to death. അതൊരു അങ്കംവെട്ടായിരുന്നു. അങ്കംവെട്ടിൽ ഒരാൾ മരിച്ചേ പറ്റൂ, അതാണ്. ആരാം മരിച്ചവരുടെയൊക്കെ അങ്കംവെട്ടിനെ പറ്റി കേട്ടില്ല. അതുപോലെ ഒരാൾ മരിച്ചേ പറ്റൂ. അതുകൊണ്ട് അന്നത്തെ കാലത്ത് കോഴിയങ്കമാണ് ആദ്യം നടത്തുന്നത്. കോഴിയങ്കം, ആളങ്കോ കോഴിയങ്കോ എന്ത് വേണ്ടു, വടക്കൻ പാട്ടുകളൊക്കെ കേട്ടില്ല. അത് പക്ഷെ ഇവിടെ അതൊന്നുമില്ല, ഇവിടെ ഒരൊറ്റ ഫൈറ്റാണ്. അപ്പോൾ that was the time I saw a mongoose and fight to death in the garden while I sat directly above them in the banyan tree. അവിടെ ഫൈറ്റ് നടന്നിരിക്കുക, ഞാൻ മുകളിൽ നിന്ന്. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അപ്പം നമ്മളിത് വായിച്ചു, ഞാൻ എൻ്റെ സിംപ്ലിഫൈഡ് വെർഷൻ പറഞ്ഞു, വാക്കുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, വാക്കുകൾ മറക്കരുത്, ഉപയോഗിക്കണം, പഠിക്കണം. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ start thinking in English. Okay. So question number 4. How was the banyan tree the noisiest place in the fig season? നമുക്ക് തന്നെ പറയാം. In the fig season, it was the noisiest tree because birds of all kinds flocked into its branches. True. Birds of all kinds flocked into its branches. How did the boy make the spring season exciting for himself? The boy made the spring season exciting for himself by sitting on the platform that he made halfway up the tree and reading and watching nature. So, കുറച്ചുകൂടെ പറയണമെങ്കിൽ വാച്ചിങ് grandmother, grandfather and others. അടുത്തത്, what was the incident that triggered long lasting? ട്രിഗർ എന്ന് പറഞ്ഞാൽ തുടക്കം കുറിക്കാന്നുള്ളത്. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു ഇതും തോക്കിൻ്റെ അടുത്ത് ഇങ്ങനെ വളങ്ങി സ്ഥലം പിടിച്ച് പഠിക്കുമ്പോഴല്ലേ കാഞ്ചി വലിക്കാന്ന് പറയും. അതെ പിടിച്ച് പഠിക്കുമ്പോഴല്ലേ വെടി പൊട്ടുന്നത്. ഇപ്പം ട്രിഗർ സംതിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സംതിങ് എന്നാണ്. ഇപ്പം എന്ത് സംഭവമാണ് അദ്ദേഹത്തിൻ്റെ സമ്മർ സീസൺ മുഴുവൻ ലാസ്റ്റ് ചെയ്തത്? എ കോബ്ര ആൻഡ് എ മംഗൂസ് ഫൈറ്റിംഗ് ടു ഡെത്ത്. ഇപ്പം 3 ചോദ്യങ്ങൾക്ക് ഉത്തരവായി, മനസ്സിലായില്ലേ? ഒന്നാമത്തെ കാര്യം, noisy place, birds flock into its branches. How did he spend his summer days? By reading and watching nature, and also looking down to see grandfather, grandmother. What made him excited? What made him, or what caused his excitement to last for the whole summer? The fight between the cobra and the mongoose. Okay, bye.